ഇറാനിൽ നിന്നും 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതിനു മുൻപും ഇറാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യക്കാരനെ തട്ടിക്കൊണ്ടുപോയൊരു വാർത്ത നമ്മളേവരും കണ്ടിരുന്നു. കുൽഭൂഷൺ ജാദവ്, മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ. അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കിന്നും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറാനിലേക്ക് യാത്ര ചെയ്ത 3 ഇന്ത്യക്കാരെ കാണാതായിരിക്കുന്നുവെന്നുള്ളത് തെഹ്റാനിലെ ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ഏജൻസിയായ ISI ആണെന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. എന്തായിരുന്നാലും ഇന്ത്യൻ എംബസി അവരെ ഉടനടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നയതന്ത്രപരമായി നടത്തിപ്പോരുകയാണ്. പഞ്ചാബിലെ സംഗ്രൂർ, നവാൻ ഷഹർ, ഹോഷിയാർപൂർ ജില്ലകളിൽ നിന്നുള്ള 3 യുവാക്കളെയാണ് തട്ടിക്കൊണ്ടുപോയതായി ഇവരുടെ കുടുംബം ആരോപിക്കുന്നത്. ഇറാനിൽ നിന്ന് 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചാരസംഘടന തന്നെയാണെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് ഇന്ത്യൻ ഏജൻസികൾ കടക്കുന്നുണ്ട്. ISIയുടെ പങ്കിനെക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ഇറാന്റെ തന്നെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നാണ് മെയ് 1-ാം തീയതി ഇവരെ തട്ടിക്കൊണ്ടുപോയത്. അതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കുന്ന നിരവധി സൂചനകൾ ഇതിനോടകം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ടെഹ്റാനിൽ ഇറങ്ങിയതിന് പിറകെ ഇവരെ കാണാതാവുകയായിരുന്നു. ദില്ലിയിൽ നിന്നും ദുബായ് വഴി ഇറാൻ വഴി ഓസ്ട്രേലിയയിലേക്ക് ജോലിക്കായി യാത്ര ചെയ്യുകയായിരുന്നു ഇവർ. ആദ്യം ദുബായിലെത്തി, അവിടെ നിന്നും ടെഹ്റാനിലെത്തി, അതിനുശേഷം ഓസ്ട്രേലിയയിലേക്കായിരുന്നു യാത്ര കാത്തു നിന്നത്. അതിനിടയിലാണ് ഇവർക്ക് ഇറാനിൽ താൽക്കാലിക താമസവും മറ്റ് ഭക്ഷണവുമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഇറാനിൽ ഇറങ്ങിയതിന് തൊട്ട് പിറകെ ഇവർ എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലായിരുന്നു, ഒരു വിവരവുമില്ലായിരുന്നു. അവരെ കാണാതാവുകയായിരുന്നു. ഈ 3 പേരും പാകിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ISI ഇനി നടത്തിപ്പോരാൻ പോകുന്നതെന്നാണ് ഇന്ത്യൻ ഏജൻസികൾ സംശയിക്കുന്നത്. ഇതിനു മുൻപും സമാനമായി തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാന് ശരിയായ ഏജന്റുമാരെ പിടികൂടാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ അപമാനിക്കാനുള്ള ഒരു തുറുപ്പായി ഇതിനെ മാറ്റുകയുമാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഹുഷൻപ്രീത് സിംഗ്, ജസ്പാൽ സിംഗ്, അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പഞ്ചാബിലെ സംഗ്രൂർ, ഹോഷിപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ഭീഷണി കോളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഈ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയെന്നും അവരെ വിട്ടുകിട്ടണമെങ്കിൽ 1 കോടി രൂപ മോചനദ്രവ്യമായി നൽകണമെന്നും സംഘം ഈ യുവാക്കളുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത്. 3 പേരെയും മഞ്ഞ നിറത്തിലുള്ള ഒരു കയർ കൊണ്ട് കെട്ടിയിട്ട ചില വീഡിയോ ചിത്രങ്ങളും മറ്റും ഇവർ അയച്ചു തന്നതായും കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പരാതിയും കുടുംബം അന്ന് തന്നെ പോലീസിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട അധികൃതരെ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. യുവാക്കളുടെ കയ്യിൽ നിന്നും രക്തം ഇറ്റു വീഴുന്നത് അടക്കം കാണാമെന്നാണ് കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ദേഹത്ത് മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. പണം ഇനി കൊടുത്തില്ലെങ്കിൽ യുവാക്കളെ കൊലപ്പെടുത്തുമെന്നും തട്ടിക്കൊണ്ടുപോകൽ സംഘം ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. യുവാക്കൾ അവരുടെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ ഏറ്റവും ഒടുവിൽ സംസാരിച്ചിരുന്നു. 11 ദിവസത്തിന് ശേഷം ഇതേക്കുറിച്ചുള്ള വിവരമൊന്നും തന്നെ ലഭ്യമാകുന്നില്ല. മെയ് 11 മുതൽ യുവാക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുവരെ നിരന്തരമായി ഫോണിൽ ഇവർ ബന്ധപ്പെട്ടിരുന്നു, പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പാകിസ്ഥാനിലെ ഒരു ഫോൺ നമ്പറിൽ നിന്നായിരുന്നു ഈ കോളുകൾ എത്തിയതെന്നാണ് നിലവിൽ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണം ISIയിലേക്ക് അടക്കം നീട്ടാൻ കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ദുബായ് വഴി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാം, ഇതായിരുന്നു വാഗ്ദാനമുണ്ടായിരുന്നത്. ഈ വാഗ്ദാനം നൽകിയ ഏജന്റ് നിലവിൽ ഒളിവിൽ പോയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഏജന്റിന് പാകിസ്ഥാൻ ചാരസംഘടനയായും ബന്ധമുണ്ടോ എന്ന കാര്യം നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംവദിക്കുന്നുമുണ്ട്. 3 യുവാക്കളെ കാണാതായി എന്നുള്ള വിവരം കുടുംബാംഗങ്ങൾ തന്നെ ഇന്ത്യൻ എംബസിയെ നേരിട്ട് അറിയിച്ചിരുന്നു. ഇറാൻ അധികൃതരെ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് ഇന്ത്യൻ എംബസിയും ചൂണ്ടിക്കാണിക്കുന്നു. കാണാതായ ഇന്ത്യക്കാരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇന്ത്യൻ എംബസി തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട്. 3 പേരെയും കണ്ടെത്താൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇറാൻ സർക്കാരിൻ്റെ പൂർണ്ണ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാവുന്നതാണ്, മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന കുൽഭൂഷൺ ജാദവിനെ സമാനമായി ഇറാനിൽ നിന്ന് തന്നെയായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. ചാബഹാർ തുറമുഖത്തിനടുത്ത് നിന്നും അതിർത്തി മേഖലയിൽ നിന്നും ബലൂചിസ്ഥാൻ്റെ പ്രവിശ്യയിൽ ചാരപ്രവർത്തനം നടത്തിയെന്നൊക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തത്. 2016 ഈ സംഭവം ഉണ്ടായത്, 9 വർഷങ്ങൾക്ക് മുൻപ്. 2016 മാർച്ച് 3 അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ചാരനാണ് കുൽഭൂഷൺ ജാദവ് എന്നായിരുന്നു പാകിസ്ഥാൻ്റെ ആരോപണം. തുടർന്ന് 2017 ഏപ്രിൽ 10 കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു.
എന്നാൽ ഇതൊക്കെ തന്നെ മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യ ശക്തമായി തന്നെ ഫൈറ്റ് ചെയ്തിരുന്നു. കുൽഭൂഷൺ ജാദവിൻ്റെ അറസ്റ്റ്, രാജ്യാന്തര കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതും കൈമാറുന്നതും സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറായിട്ടുള്ള വിയന്ന കരാറിന് വിരുദ്ധമാണെന്ന് ലോകവ്യാപകമായ അന്ന് വിമർശനം ഉയർന്നു കേട്ടു. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം കുൽഭൂഷൺ ജാദവ് ഇറാനിലെ ചാബഹാറിൽ ഒരു ചെറിയ ബിസിനസ് നടത്തി പോരുകയായിരുന്നു. കുൽഭൂഷൺ ബലൂചിസ്ഥാനിലും കറാച്ചിയിലും ചാരപ്രവർത്തനം നടത്തിയെന്നാണ് പാകിസ്ഥാൻ പിന്നീട് പത്രക്കുറിപ്പ് ഇറക്കിയത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി പിന്നീട് ബന്ധപ്പെട്ടിരുന്നു. വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഒരു തരത്തിലും ഇതിനോട് അനുനയപ്പെട്ടില്ല. കുൽഭൂഷൺ ഇന്ത്യൻ സർക്കാരുമായി ബന്ധമില്ലെന്ന് അദ്ദേഹം ഈ 2002 തന്നെ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ചെന്നും ഇന്ത്യ കർക്കശമായി പറയുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്ക് നയതന്ത്ര വിശദീകരണം അടക്കം നിഷേധിക്കുകയും ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ കുൽഭൂഷണെ ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ചാര ഏജൻസിയായ ISIയെ മറ്റൊരാൾ സഹായിച്ചു എന്നുള്ള വിവരം പിന്നീട് നമുക്ക് ലഭ്യമായിരുന്നു. ചാരവൃത്തി ആരോപിച്ച് 2017 ഏപ്രിലിൽ പാകിസ്ഥാൻ സൈനിക കോടതി വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് ജാദവിന് കോൺസുലാർ പ്രവേശനം നിഷേധിച്ചതിനും സൈനിക കോടതി വിധിച്ച വധശിക്ഷ ചോദ്യം ചെയ്തും ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ബന്ധപ്പെട്ടു. ചാരവൃത്തി ആരോപിച്ചാണ് മുൻ നാവികസേന ഓഫീസറായ ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതെങ്കിൽ വ്യാപാരത്തിന് ഇറാനിൽ പോയ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റം കെട്ടിച്ചമച്ചുവെന്ന് ഇന്ത്യ ശക്തമായി വാദം ഉന്നയിച്ചു. അങ്ങനെ ഇതിൽ ഇന്ത്യക്ക് ന്യായമായൊരു വിധി ലഭ്യമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ചാരനാണെന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ ജാദവിനെ പിടികൂടാനെന്ന് സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ പിന്നീട് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ടർബത്ത് നഗരത്തിലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അജ്ഞാതർ ബൈക്കിലെത്തി ഇയാൾക്ക് നേരെ വെടിയുതിർത്തത്. ഇത്തരത്തിൽ ഇന്ത്യയെ നോവിക്കുന്ന പലരെയും ലോകത്തിൻ്റെ പല കോണുകളിലായി അജ്ഞാതരെത്തി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം അതിപ്പോൾ കെട്ടുകഥയല്ല, സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയായി മാറുകയാണ്. വളരെ വേഗത്തിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ 2 തവണ പല അവസരങ്ങളിലും ഇയാൾക്ക് നേരെ വധശ്രമം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ മിറിൻ്റെ ശരീരത്തിൽ 1-ലധികം വെടിയുണ്ടകളാണ് കണ്ടെത്തിയത്. കുൽഭൂഷൺ ജാദവിൻ്റെ തട്ടിക്കൊണ്ടുപോകലിന് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ ഓപ്പറേഷന് പ്രധാന സഹായം ചെയ്തവരിൽ പ്രധാനി കൂടിയാണ് ഈ കൊല്ലപ്പെട്ട മതപണ്ഡിതനായ മുഫ്തി ഷാ മിർ. കാലാകാലങ്ങളായി ബലൂജ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ചേർന്ന് ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു. മുഫ്തി ഷാ മിർ മയക്കുമരുന്ന്, ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയ അനവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ISIയെ കൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിനും ഇയാൾക്ക് ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായത്. ബലൂജ് പോരാളികളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുന്നതും ഒട്ടനവധി വ്യാജ ഏറ്റുമുട്ടൽ നടത്തി കൊലപാതകങ്ങൾ നടത്തിയുമൊക്കെ ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്.